ഐറ്റം എന്നറിയോ, അടിപൊളി ഒരു സുർബിയാൻ റൈസാണ് കേട്ടോ. അതും ബീഫ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അടിപൊളി ടേസ്റ്റുള്ളൊരു റൈസാണ് കേട്ടോ ഈ സുർബിയാൻ എന്ന് പറയുന്നത്. പൊലൻ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പൊലൻ ടേസ്റ്റാണ്. ഉണ്ടാക്കാനാണെങ്കിലോ ഭയങ്കര ഈസിയാണ് കേട്ടോ. അപ്പം ഞാൻ ചിക്കൻ വെച്ചിട്ടല്ല ഉണ്ടാക്കണം, ബീഫ് വെച്ചിട്ടാണ് കേട്ടോ. ബീഫ് വെച്ചിട്ട് ഉണ്ടാക്കാനാണ് ടേസ്റ്റ്. ഇതുപോലെയല്ല പീസാൾ എടുക്കുക കേട്ടോ, എല്ലോട് കൂടിയ പീസാൾ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് 1/2 കിലോനുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു കുക്കറിലേക്ക് തട്ടിക്കൊടുക്കുക. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എല്ലാം ഓരോ സ്പൂൺ എടുത്തതിന് ശേഷം അതുകൂടെ നമുക്ക് എന്ത് ചെയ്യുക, ചേർത്ത് കൊടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിക്ക് കൂടുതലായിട്ടുള്ള മസാലകളൊന്നും വേണ്ട. ഇനി നമുക്കിതൊക്കെ ചേർത്ത് കൊടുക്കണം എന്താണെന്നറിയോ, വലിയ ജീരകം, ചെറിയ ജീരകം. അപ്പോൾ അത് 1/2 സ്പൂണ് വലിയ ജീരകം, 1/2 സ്പൂണ് ചെറിയ ജീരകം അതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരല്പം ഗരം മസാല കേട്ടോ, 1/2 സ്പൂണോളം ഗരം മസാലയും ചേർത്ത് കൊടുക്കുക. പിന്നെ 1 സ്പൂണോളം അറബിക്ക് മസാല, അതായത് നമ്മളെ കപ്സപ്പൊടിയോ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം 1 സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കുക. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം 2 ഉണക്കനാരങ്ങയും കല്ലുപ്പും കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിതവിടെ 2 ഉണക്കനാരങ്ങ എടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 2 സ്പൂണോളം ഓയിലും ചേർത്ത് നന്നായിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്കിതൊക്കെ ചേർക്കാനുള്ളത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഈ സമയത്ത് ഇട്ടാലും മതി, അല്ലെങ്കിൽ വേവിച്ച് സെപ്പറേറ്റ് ആയിട്ട് ഇട്ടാലും മതി കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ കൂട്ടത്തിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. ബീഫിൻ്റെ വേവൊന്നും നമുക്കറിയാൻ കഴിയൂല കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെള്ളം ഇറങ്ങിയതിന് ശേഷം നമുക്കിത് കുക്കർ അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് ബസ്മതി റൈസ് ഞാൻ അവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നന്നായി കഴുകിയതിന് ശേഷമാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. വെള്ളം തിളപ്പിക്കാനേ വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് വെട്ടി തിളക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ് ഒക്കെ ചേർത്ത് കൊടുക്കുക, അതായത് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ കാണിക്കുന്നത് ഉള്ളി പൊരിച്ചതാണ് കേട്ടോ. ഉള്ളി പൊരിച്ചത് ഇവിടെ ഇങ്ങനെ മേടിക്കാൻ കിട്ടും, അതുകൊണ്ടാണ് ഞാൻ ഉള്ളി പൊരിക്കുന്നത് കാണിക്കാത്തത്. അല്ലെങ്കിൽ ഉള്ളി പൊരിച്ച് മാറ്റി വെക്കണം കേട്ടോ, അതൊക്കെ മസാല ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതാ നല്ലതായിട്ട് വെട്ടി തിളക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുക, അരി ഊറ്റി നമുക്കതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റോളം നമുക്ക് ബസ്മതി റൈസ് വേവിച്ചെടുക്കാണ്ട്, കൂടുതൽ വേവ് വേണ്ട കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്കൊരു ഉള്ളി ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. അതിക്ക് 1 സ്പൂണോളം, വലിയൊരു സ്പൂണോളം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ. തൈരും ചേർത്ത്, പുളിയില്ലാത്ത തൈരാണ് ഇത്, രണ്ടും നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോഴത്തേക്ക് നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഉരുളക്കിഴങ്ങ് നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ. ഞാൻ ഉരുളക്കിഴങ്ങ് മാറ്റി വെക്കുന്നില്ല. അപ്പോൾ ഇതിലേക്ക് ആ മസാല ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം തീ ഓഫാക്കിയ കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ റൈസ്